നമസ്കാരം. സമ്പത്തും ഐശ്വര്യവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഓണനാളുകളിലൂടെയാണ് നാം ഏവരും മുന്നോട്ട് പോകുന്നത്. ഓണത്തിൻ്റെ മുൻപുള്ള ഈ ദിവസങ്ങളിലും ഓണത്തിന് ശേഷവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഓണചക്രത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും തന്നിരിക്കുന്നതായ ഈ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് ഓണത്തിന് മുൻപും ശേഷവും സംഭവിക്കുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഓം നമോ നാരായണായ എന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെയും മഹാലക്ഷ്മി ദേവിയെയും മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം തന്നിരിക്കുന്നതായ ഈ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തെ നമ്പറായ 0 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ആരോഗ്യകാര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ അല്പമെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കുകയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ഉയർച്ച നേടുവാൻ സാധ്യത അല്പം കൂടുതലുള്ള സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ആ മനക്ലേശങ്ങൾ, ആകുലതകൾ അല്പം കുറയുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ഇത്തരം ചിന്തകളും വിഷമങ്ങളും ഒരു പരിധിവരെ ഈ സമയങ്ങളിൽ ഒഴിയുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ മനസ്സിലേക്ക് പോസിറ്റീവായ ചിന്തകൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പോസിറ്റീവായ ചിന്തകൾ, പോസിറ്റീവായ ഊർജം ഈ സമയം കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. നെഗറ്റീവായ ചിന്തകളെ ഒഴിവാക്കുവാൻ സാധിക്കും. പങ്കാളിയുമായി ബന്ധപ്പെട്ടും സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം. സഹോദരി, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അനുകൂലമായ ചില സാഹചര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഭാഗ്യം അല്പം അനുകൂലമാകുന്ന ഉയരുന്നതായ സമയം കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ തന്നെ വന്നു ചേരേണ്ടതായ ദോഷഫലങ്ങളെ ഈ സമയം ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ധനം വന്നതുപോലെ നഷ്ടപ്പെടുന്നതായ അവസ്ഥ ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായി അനിവാര്യം തന്നെയാകുന്നു. ധനപരമായ ചില ചെലവുകൾ അമിതമായി വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. കലഹം ജീവിതത്തിൽ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഈ സമയങ്ങളിൽ പ്രത്യേകിച്ചും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭം. മനസ്വസ്ഥത വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ശ്രമിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. സാമ്പത്തിക ക്ലേശത്തേക്കാൾ മാനസികപരമായ ചില പ്രശ്നങ്ങൾ അലട്ടുന്നതായ അവസ്ഥ ജീവിതത്തിൽ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതായ അവസ്ഥയുണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം ഓണത്തിന് മുൻപോ ഓണത്തിന് ശേഷമോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. എവിടെ ചെന്നാലും ഇവർ ഇരിക്കുന്നിടത്ത് പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേർന്നുകൊണ്ടേ ഇരിക്കും. ഇവർക്ക് മറ്റുള്ളവരാൽ പല കാര്യങ്ങളും അനുകൂലമായി തീരുകയും സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഭാഗ്യം അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. നേട്ടം അല്പം വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ സമയം തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് യാത്രകൾക്കുള്ള സാധ്യതകളും ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു.
ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സന്തോഷകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. കർമ്മരംഗത്ത് വളരെയധികം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ആ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുവാൻ ഈ സമയം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അന്നദാനത്തിന് അല്പം പണം മാറ്റിവയ്ക്കുന്നതും അനുകൂലമായി തീരും. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരാം. മനസ്സിനെ അലട്ടുന്നതായ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയും തന്മൂലം അത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഈ സമയം മഹാവിഷ്ണു ഭഗവാനെയും മഹാലക്ഷ്മി ദേവിയെയും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ടു പോവുക. ഒന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മഹാവിഷ്ണു ഭഗവാന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് ഇത്. കർമ്മഫലത്താൽ പലതരം ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകുവാൻ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കും. അഥവാ ഈശ്വരാനുഗ്രഹത്താലാണ് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. മഹാവിഷ്ണു അഥവാ ലക്ഷ്മി നാരായണ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമാവുകയും ധനപരമായും തൊഴിൽപരമായും സാമ്പത്തികപരമായും അല്പം നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. നേതൃസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ അല്ലെങ്കിൽ അത്തരം സ്ഥാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ അല്പം വർദ്ധിച്ചിരിക്കുന്നതായ സമയം തന്നെയാകുന്നു. സാമ്പത്തിക ക്ലേശങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നും തീർച്ചയായും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈശ്വരാധീനത്താൽ അഥവാ ലക്ഷ്മി നാരായണ കടാക്ഷത്താലാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. വന്നു ചേരുന്ന തടസ്സങ്ങൾ അത് ശത്രുക്കളുമായി ബന്ധപ്പെട്ട ശത്രുദോഷങ്ങളാണ്. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അധ്വാനിച്ച പണത്തേക്കാൾ ഭാഗ്യത്താൽ ഈ സമയം പണം ലഭിക്കുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ പല വസ്തുക്കളും സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആഭരണം, വസ്ത്രം, വാഹനം, അത്തരത്തിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങളോ മറ്റു ചില കാര്യങ്ങളോ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ ചില അവസരങ്ങൾ ഈ സമയം ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പലവിധ കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾക്ക് അതെല്ലാം ഒരു പരിധി വരെ ഒഴിഞ്ഞു പോവുകയും ധനപരമായ ചില കാര്യങ്ങൾ അനുകൂലമാവുകയോ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. മറ്റുള്ളവരുടെ ഇഷ്ടം പെട്ടെന്ന് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ സഹായിച്ചാൽ തിരിച്ചടി ലഭിക്കുന്നതായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വലിയ രീതിയിലുള്ള കഴിവുകൾ നിങ്ങൾക്ക് ഉള്ളവരാകുന്നു. എന്നാൽ പലപ്പോഴും നിങ്ങൾ അത് തിരിച്ചറിയണം എന്നില്ല. അതിനാൽ അത്തരം കഴിവുകൾ നിങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. കഴിയുന്നത്ര സഹായം ഈ സമയം മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അന്നദാനത്തിന്റെ ഭാഗമാകുന്നതും പ്രത്യേകമായി നിങ്ങൾ ഓർക്കേണ്ടതായ കാര്യമാകുന്നു. അത്തരം ശ്രമങ്ങൾ നടത്തുക. നിങ്ങൾക്ക് സാധിക്കുന്നതായ പണം അന്നദാനത്തിനായി നൽകുന്നതും ഉത്തമം തന്നെയാകുന്നു. കുടുംബ കലഹങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാൽ പോലും വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോകുന്നതിനാൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ലക്ഷ്മി നാരായണ ഭജനം ഈ സമയം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക. പലവിധ തിരിച്ചടികളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യത വളരെ കൂടുതലായ സമയം തന്നെയാകുന്നു. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ നിറയുവാനും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട
വിരോധം ഒഴിവാക്കുവാനും സാധിക്കുന്നതായ സമയമാകുന്നു. എന്നാൽ ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. അനാവശ്യമായ കലഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ പോലും തട്ടിത്തെറിപ്പിക്കുവാൻ കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക. അതേപോലെ ക്ഷോഭം നിങ്ങൾ നിയന്ത്രിക്കേണ്ടതും അനിവാര്യമാകുന്നു. ലക്ഷ്മി നാരായണന്മാരെ ആരാധിച്ച് ഈ സമയം മുന്നോട്ടു പോകുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഏകാഗ്രത പല കാര്യങ്ങളിലും നഷ്ടപ്പെട്ടു പോയതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. എന്നിരുന്നാൽ പോലും ഒന്നിലും മനസ്സ് ഉറപ്പിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം. തീർച്ചയായും നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനും ഒരു കാര്യത്തിൽ തന്നെ കൂടുതൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കും. മനോബലം നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നിരുന്നാൽ മാത്രമാണ് പല കാര്യങ്ങളിലും വിജയങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കൂ. മനോബലം വർദ്ധിപ്പിച്ച് മുന്നോട്ടു പോവുക. ശാരീരികപരമായ ചില ക്ലേശങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ ശാരീരിക ക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമങ്ങൾ നടത്തുക. കൂടാതെ ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ അവസ്ഥയുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ, ലക്ഷ്മി നാരായണന്മാരെ ആരാധിക്കുന്നതിലൂടെ വന്നു ചേരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. സാമ്പത്തികപരമായി അല്പം ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരാം. പോസിറ്റീവായ ചിന്തകൾ നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു. പോസിറ്റീവായി ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ ക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അല്പം മാറുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭാവിയിൽ നല്ലൊരു ജീവിതം ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തികപരമായ ഉയർച്ച പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരാം. ഓണം കഴിഞ്ഞതിന് ശേഷവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം. ഈ ദിവസങ്ങളിൽ ഇത്തരത്തിൽ സംഭവിച്ചില്ല. എന്നിരുന്നാൽ പോലും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കർമ്മരംഗത്ത് അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. കർമ്മരംഗത്ത് നിങ്ങൾ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങളുണ്ട്. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ വിദ്യയിൽ അല്പം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാം. വിദ്യയിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധ പുലർത്തുന്നതിലൂടെ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. അനാവശ്യമായ ഭയങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അനാവശ്യമായ ഭയം ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. കൂടാതെ ഈ സമയം ഈശ്വരാധീനമുള്ള പല കാര്യങ്ങളും അഥവാ ഈശ്വരാധീനമുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിൽ വന്നു ചേരുന്നതാണ്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ ചില ചിന്തകൾ, ചില അവസരങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. അത്തരം അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഉയർച്ചയ്ക്കായി തടസ്സം നിൽക്കുന്ന ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അത്തരം ചിന്തകൾ ഒന്ന് പുനഃപരിശോധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനുശേഷം മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുവാൻ സാധ്യത കൂടുതലാകുന്നു. ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു. നെഗറ്റീവായ ചില ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നത് വാസ്തവമാണ്. അത്തരം ചില ചിന്തകളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ അനിവാര്യം തന്നെയാകുന്നു. ഏതൊരു കാര്യത്തിലും ഉറച്ചുനിന്ന് പ്രവർത്തിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അർഹമായത് നഷ്ടമാകുവാൻ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതുമാണ്. അതായത് നെഗറ്റീവായ ചിന്തകൾ വളരെയധികം മനസ്സിനെ ബാധിച്ചാൽ അർഹമായ പല കാര്യങ്ങളും നഷ്ടമാകാം. അതിനാൽ ഈ സമയം ലക്ഷ്മി നാരായണന്മാരെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. മൂന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഈശ്വരാനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അത് പല അവസരങ്ങളിലും നിങ്ങൾക്ക് പ്രകടമാവുക തന്നെ ചെയ്യും. ലക്ഷ്മി നാരായണ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നേടാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം.
പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ കലഹങ്ങൾ, പങ്കാളിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. സ്നേഹം പുറമേ കാണിക്കാത്തതായ പ്രശ്നം നിങ്ങൾക്കുണ്ട്. അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ശക്തി അല്പം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മനോബലം അല്പം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാകുന്നു. ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് മനോബലം വർദ്ധിപ്പിക്കുവാനും പല നെഗറ്റീവായ ചിന്തകളെ ഒഴിവാക്കുവാനും മനസ്സിനെ ബാധിച്ചിരിക്കുന്നതായ പല പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. ഭാഗ്യസമയം വന്നു ചേരുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രകടമായി തുടങ്ങും. ഓണത്തിന് മുൻപോ ഓണത്തിന് ശേഷമോ ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ തോൽവികൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. മറ്റുള്ളവർക്ക് നിങ്ങളെ തോൽപ്പിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ ജീവിതത്തിലേക്ക് കടന്നു വരാം. മറ്റുള്ളവർക്ക് ചെയ്യുവാൻ സാധിക്കാത്തതായ പല കാര്യങ്ങളും ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ ബുദ്ധി വൈഭവത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഉയർച്ച, അനുകൂലമായ കാര്യങ്ങൾ, നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരോട് വളരെ സ്നേഹത്തിൽ പെരുമാറുന്നവർ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, അത്തരം കാര്യങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഈശ്വര കടാക്ഷം നിങ്ങൾക്ക് എപ്പോഴുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതായ ചില കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും തളർന്നു പോകുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇത്തരം അവസ്ഥ നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം പുതിയ വീട്, വാഹനം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരാം. ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾക്ക് യോഗമുള്ള സമയം കൂടിയാണ് ഇത്. അത്തരം കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. പ്രതീക്ഷിക്കാതെ തന്നെ കൈകളിലേക്ക് പണം, ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ലക്ഷ്യത്തിനായി പരിശ്രമിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അല്പം ധൈര്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ കൂടുതലായി സംഭവിക്കാം. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ധൈര്യം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പണം പെട്ടെന്ന് കൈകളിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പ്രധാനമായും ധനം കൈകളിലേക്ക് ബിസിനസ് പരമായും തൊഴിൽപരമായും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളും അനുകൂലമാകാം. ഇത്തരത്തിലും ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം ലക്ഷ്മി നാരായണ കടാക്ഷം കൂടി നിങ്ങൾക്കുള്ളതിനാൽ ഈ സമയം ധനപരമായും അല്ലാതെയും നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം തീർച്ചയായും ലക്ഷ്മി നാരായണന്മാരെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. 4ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വളരെയധികം സാമ്പത്തികരമോ അല്ലാതെയോ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധ്യത കൂടുതലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഓണത്തിന് മുൻപോ ശേഷമോ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. മറ്റുള്ളവർക്ക് ശുഭകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ബന്ധങ്ങളിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കലഹങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ, ചില യാത്രകൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായും അനുകൂലമാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. എന്നാൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ ഇപ്പോഴുള്ള പല തർക്കങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോകുന്നത് ഈ സമയം നിങ്ങൾക്ക് വളരെ ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക. പല കാര്യങ്ങളും ജീവിതത്തിൽ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ
ഓണത്തിന് മുൻപോ ശേഷമോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. മനക്ലേശങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ എപ്രകാരം ആ മനക്ലേശങ്ങൾ പരിഹരിക്കാം, എപ്രകാരം നിങ്ങൾക്ക് പോസിറ്റീവായ ഊർജം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കുവാനും സാധിക്കും. ഊഹക്കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ലാഭം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ് പരമായി അല്പം നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൈകളിലേക്ക് പണം വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. നവീകരണങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്നതാകുന്നു. അത്തരം കാര്യങ്ങൾ ഭാവിക്ക് വളരെ അനുകൂലമായി തീരും. ഭാവിയിലേക്ക് ഗുണകരമായ മാറ്റങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സാമ്പത്തികപരമായ ഭദ്രത നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാനായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിന് അനുകൂലമായ ചില കാര്യങ്ങൾ, സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് ഉല്ലാസയാത്രകൾ, കൂടുതൽ സമയം ചെലവഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം, മറ്റുള്ളവരെ അസൂയപ്പെടുത്തും വിധം ചില നേട്ടങ്ങൾ, ചില സൗഭാഗ്യങ്ങളെ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഇത്തരത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. അനാവശ്യമായി ഉണ്ടായിരുന്നതായ ഭയം, ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ തടസ്സങ്ങളുണ്ട്, എന്നിരുന്നാൽ പോലും നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തികപരമായ ഉയർച്ച, നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ തന്നെ ഈ സമയം ലക്ഷ്മി നാരായണന്മാരെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.